ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ വീടുകളിലത്തെ എല്ലാ പണികളും എടുത്ത് അവരെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ പണികളും അവർ വീടുകളിലത്തെ എടുത്ത് ശീലമായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, പഴയ പോലത്തെ കാലമല്ല, പണ്ട് പെൺകുട്ടികൾക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ വീട്ടിലത്തെ പണികൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിച്ച് പഠിപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പെണ്ണ് ആണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും വീട്ടിലത്തെ പണികൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള അമ്മമാരും അച്ഛന്മാരും പ്രത്യേകമായിട്ട് ഇവരെല്ലാം വളരെ ചെറുപ്പം തൊട്ടേ തന്നെ ഇവർക്ക് ഇവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആദ്യം പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് വീട്ടിലത്തെ എല്ലാ പണികളും, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളെ കൂടെ സഹകരിപ്പിക്കണം. അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ചെറുപ്പം തൊട്ടേ തന്നെ അതൊക്കെ അവർക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊന്നും എടുക്കാനായിട്ടൊരു മടി ഉണ്ടാവില്ല. അവരത് എടുത്തോളും. പിന്നെ അവർക്കത് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഞങ്ങളിതൊന്നും ചെയ്യേണ്ടതല്ല എന്നുള്ളൊരു തോന്നൽ പണ്ടൊക്കെ ആൺപിള്ളേർക്കായിരുന്നു. ഇപ്പോൾ അത് പെൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ ചെയ്യാനും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുപോലെ സഹകരിപ്പിച്ച് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് ഇപ്പോൾ പഴയ പോലെയല്ലല്ലോ, തന്നെ പോയി ഹോസ്റ്റലുകളിലും അല്ലെങ്കിൽ തന്നെ പോയി ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ഒക്കെ എല്ലാവരും വിദേശത്തേക്ക് പോണ കുട്ടികളാണ്. പഠിക്കാനായാലും ജോലിക്കായാലും എന്തിനായാലും ഒക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് സ്വന്തമായി പ്രാഥമിക കാര്യങ്ങൾ, അതായത് വീട്ടിൽ ഭക്ഷണം വെക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ ചെറിയൊരു താമസമായിരിക്കാം, അവിടെ ഒന്ന് വൃത്തിയാക്കാനും അത് നന്നായി ഭക്ഷണം അത്യാവശ്യം പാകം ചെയ്ത് കഴിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിൽ പോയി നമുക്ക് പണിക്കൊരാളെ വെക്കാനൊന്നും എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല. അത്രയധികം വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് പറ്റുള്ളൂ. അപ്പോൾ ഒരാത്തിന് പഠിക്കാനൊക്കെ പോവുകയാണെങ്കിൽ തീരെയും പറ്റില്ല. അപ്പോൾ 2-3 4 പിള്ളേരൊക്കെ ആയിട്ട് ഒരു റൂമിൽ താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്താണെങ്കിൽ ഇവർക്ക് അവനവൻ്റെ കാര്യങ്ങളെങ്കിലും സ്വയം ചെയ്യാറിയുന്നുണ്ടെങ്കിൽ അവർക്കതൊരു വലിയൊരു ഗുണമായിട്ട്, അവർക്ക് തന്നെ ഒരു ഗുണമായിട്ട് അത് മാറും. അവർക്കത് ഗുണമായി മാറണമെങ്കിൽ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാതാപിതാക്കൾ അവരെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് അത് പരിശീലിപ്പിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് സുഖമായിട്ട് ചെയ്യാനും അവർക്കതിനൊരു മടി ഉണ്ടാവില്ല. അവർക്കതൊരു കാര്യക്ഷമതയോടുകൂടി ചെയ്യാനായിട്ട് പറ്റും. അതും ചെയ്ത് അവരുടെ ജോലിക്ക് പോകാനാണെങ്കിലും അവരുടെ പഠിക്കാൻ പോകാനുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ അവർക്ക് സാധിക്കും. അല്ല, നമ്മളതൊന്നും ചെയ്യിപ്പിക്കാണ്ട് അവരെ ഒന്നും അറിയാണ്ട് ഒരു ഇതാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടികൾ വളരെ നട്ടം തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളായാലും ഇത്തിരി മുതിർന്നു കഴിഞ്ഞാലും ഒക്കെ അവനവൻ്റെ കാര്യങ്ങൾ അവരവർക്ക് സ്വന്തമായി ചെയ്യാനായിട്ട് കഴിവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും തോൽക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിനായിട്ട് ചെന്നാലും ചിലപ്പോൾ നമുക്ക് എന്തൊക്കെ ജോലികളാണ് വിദേശത്തായാലും എവിടെയെങ്കിലും കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അറിയാത്തൊരു ആളുകളെ ജോലിക്ക് എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരെ ജോലിക്ക് എടുക്കില്ല. പിന്നെ ചില ജോലികളൊന്നും അവരതൊന്നും ഒന്നും ചെയ്യാത്ത കാരണം അവർക്കത് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു അറപ്പുണ്ടാവും. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പലതരം ജോലികൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇന്നത്തെ സാഹചര്യം. പഴയ കാലത്തുള്ള പോലത്തെ ഒരു സാഹചര്യമല്ല. പുതിയൊരു ജീവിത സാഹചര്യം വെച്ച് എന്ത് തൊഴിലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ വിദേശത്ത് പോയാലും എവിടെയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും എവിടെ പോയിച്ചാലും എന്ത് തൊഴിലും ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ബേസിക്കായിട്ടുള്ളൊരു സംഗതിയെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ, അത് നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർക്കത് വളരെ ഒരു എളുപ്പമായിട്ട് തോന്നും. നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യം വിഷമമൊക്കെ നമ്മളോട് ഉണ്ടാവും. എന്തിനിപ്പോൾ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേന്ന് ആൺപിള്ളേർക്കായാലും ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്കായാലും അത് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവർക്ക് അതൊരു ഉപകാരമായി തീരുമ്പോഴാണ് നമ്മളത് പഠിച്ചതിൻ്റെ ഗുണം അവർ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും എല്ലാവരും സ്വന്തമായി അവനവൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും വീട്ടിലത്തെ പണികളും അത്യാവശ്യം എല്ലാം ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. പണ്ട് ആൺപിള്ളേർക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ജോലിക്ക് പോയി, രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളായാലും കുട്ടികളുടെ കാര്യമായാലും
വീട്ടിൽ പാചകമായാലും വീട് വൃത്തിയാക്കേണ്ട കാര്യമായാലും എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണം സജ്ജരാക്കാനായിട്ട്. അപ്പോൾ നമുക്കും ഒരു സമാധാനമുണ്ട്. നമ്മുടെ കുട്ടികളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവർക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ആ നേരത്തെ അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്തുനിന്ന് പോയി പഠിക്കാനോ എന്തിനെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളവർക്കും ഒരു സമാധാനക്കുറവാണ്. എന്താ ചെയ്യുക കുട്ടീന് പോയിട്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു സമാധാനക്കുറവൊന്നും നമുക്ക് വരാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ തന്നെ അതിനുള്ള ഒരു പരിശീലനം ആ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കണം. അതാണ് ഇന്ന് എനിക്ക് എൻ്റെ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. അപ്പോൾ ശരി, നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.